എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റംബൂട്ടാൻ അച്ചാർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഈ റംബൂട്ടാൻ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. നമ്മൾ റംബൂട്ടാനൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു 1 കിലോ റംബൂട്ടാൻ വരും. ഇത് നല്ലതുപോലെ പഴുത്ത റംബൂട്ടാനാണ്. ഇനി നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം. ഒരു 3 വര ഇടണം. നല്ലതുപോലെ ഉപ്പ് അരിയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് സാദാ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ വയ്ക്കുമ്പോൾ ഇതിലേക്ക് നല്ലതുപോലെ ഉപ്പും എരിയും ഒക്കെ പിടിക്കും. എന്നാലേ ഈ അച്ചാറിനൊരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിനൊരു മധുരവും പുളിപ്പും എല്ലാം കൂടെ ചേർന്നായതുകൊണ്ട് ഈ മുളകും ഉപ്പുമൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചേർത്താൽ ഈ അച്ചാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതേപോലെ നല്ലെണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. കൂടുതലാണ് കേടാവാതിരിക്കാൻ കൂടുതൽ നല്ലെണ്ണ ചേർക്കുന്നത് നല്ലതാണ്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 മുളക് മുറിച്ച് വെച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10-30 അല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അധികം മൂത്ത് പോകണ്ട. അച്ചാറിന് ഒരു പാകം വരെ ആകാവൂ. അച്ചാറിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചേർക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് 5-6 കാന്താരി മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കാന്താരി മുളകിൻ്റെയും നമ്മുടെ മുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ഫ്ലേവർ നല്ലപോലെ ഇറങ്ങും. അപ്പോഴാണ് ഈ അച്ചാർ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും കാന്താരി മുളകൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി കുറച്ച് ചേർക്കാൻ നമ്മൾ ആദ്യം ചേർത്ത് ഉലുവാപ്പൊടി. ഇനി ഒരു 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളറൊക്കെ ഉണ്ട്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അധികം എരിയൊന്നുമില്ല. ഇനി നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടി. അച്ചാറിന് കായപ്പൊടി മസ്റ്റാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. റംബൂട്ടാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റംബൂട്ടാൻ റെസ്റ്റ് ചെയ്ത് വെച്ചതിൽ നിന്ന് കുറേ നീരിറങ്ങിയിട്ടുണ്ട്. ഈ നീരൊഴിച്ച് നമുക്കിത് നല്ലതുപോലെ തിളപ്പിക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം. റംബൂട്ടാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെല്ലാത്തിലും നല്ലതുപോലെ മുളക് പിടിക്കണം. നല്ലപോലെ മുളകൊക്കെ നല്ലതുപോലെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇനി നമുക്കിത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ റംബൂട്ടാന് വേവ് അധികം ഇല്ല, അതുകൊണ്ട് കുറച്ച് നേരം മതി ഇങ്ങനെ തീ ഇടുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വിനാഗിരി തിളപ്പിക്കാത്തതാണ് നല്ലത്, അതുകൊണ്ടാണ് ഈ തീ ഓഫ് ചെയ്തതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ ഉപ്പും കായവും ഒക്കെ പരുവത്തിനുണ്ടോയെന്നൊന്ന് നോക്കാം. എല്ലാം കറക്റ്റ് പാകത്തിനുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം ഭരണിയിലാക്കണം. ഭരണിയിൽ നനവൊന്നും ഉണ്ടാകരുത്. അതുപോലെ സ്പൂണും എല്ലാം നല്ലതുപോലെ ഉണക്കി എടുക്കണം. പിന്നെ ഇത് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഭരണിയിലേക്ക് മാറ്റാം. ഈ ഭരണിയിൽ ഞാൻ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ചാറൊക്കെ ഭരണിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ.